സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ഒരു ഡ്രൈവർ എന്നെ മോശമാംഗം കാണിച്ചു എന്ന മേയറെന്ന് വിട്ടേക്കു ഒരു സ്ത്രീ പറയുന്നതിനെ അത് 100% കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ യുവരാജ്? ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു ചേഷ്ട കാണിച്ച ഒരു പുരുഷനോട് ഒരു സ്ത്രീ അങ്ങനെ സംസാരിക്കുമോ അത്രയും മാന്യമായിട്ട്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്റെ ഒരു കോമൺ സെൻസിൽ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. അങ്ങനെ സംസാരിക്കുമോ? മിണ്ടി പോകരുത്. എല്ലാ കുഴപ്പവും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊരു തുള്ളി ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണ്. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ഒരുത്തനാണ് കാരണക്കാരൻ. ഒരു ഈഗോ വിഷയമായിട്ട് തുടങ്ങിയ വിഷയം ഇപ്പൊ അത് അവർ പറയുന്ന ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. ഈ പറയുന്ന നിരോധിത ഉൽപ്പന്നത്തിന്റെ കവർ എടുത്ത് അവർക്ക് നേരെയാണോ എറിയുക? അല്ലാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പൊ തന്നെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. തീരുമാനമായല്ലോ. ഇവര് പിന്നീട് വളരെ വേഗമായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതാണ് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനിടയ്ക്ക് എത്രയോ വണ്ടികൾ ഓടിയിട്ടുണ്ടാവും. വേറെ ഒരു വണ്ടിയെയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ? ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ലോജിക്കലി തോന്നുന്ന സംശയങ്ങളാണ്. വേറെ ഒരു വണ്ടിയെയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ? സിറ്റിയിൽ മുഴുവൻ നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ AI ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറകൾ വെച്ചിരിക്കുന്നത്. അതിനകത്തൊന്നും പതിഞ്ഞില്ലേ ഈ പറയുന്ന KSRTC ബസ് ഇത്രയും അപകടകരമായ വിധത്തിൽ വരുന്ന ഒരു കാര്യം? തന്റെ മുഖത്തൊണ്ട് ലക്ഷണം. താൻ ഈ തൊഴിലിന് പറ്റിയവനല്ല. റെജി ലൂക്കോസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ചിട്ട് താങ്കൾ വളരെ ഇതായിട്ട് പറഞ്ഞു. കേരളം കണ്ടു, എയറിൽ പോയി എന്നൊക്കെ ഉള്ള കാര്യം ശരിയാണ്. ഇത് കേരളം കാണുന്നുണ്ട്, ഇതൊക്കെ ഏറി പോകുന്നുണ്ട്, സത്യം തന്നെയാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരുടെ പ്രതികരണമായിട്ട് താങ്കൾ കണ്ടാൽ മതി. എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോ. ഈ ഗ്രാമീണ ഭാഷയും നാടൻ ഭാഷയൊക്കെ MM മണിക്ക് പിണറായി വിജയനും മാത്രമല്ലല്ലോ. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. 715 രൂപ സാലറിയിൽ അല്ലെങ്കിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഡ്രൈവർക്കും പറ്റും. റെജി ലൂക്കോസ് നീച്ചമറിക്കുമെന്നോ വെടിവെക്കുമെന്നോ ഒക്കെ വീമ്പിളക്കതല്ലേ ആ കിളവൻ. പക്ഷെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോ ആ വിഷയത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പിടിച്ച് മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അതിന്റെ അകത്തേക്ക് ഈ പറയുന്ന എന്താണ് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഭാഗത്ത് മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം. ആ പറഞ്ഞ സംശയം എനിക്കുണ്ടായി. കാര്യം അത്രത്തോളം ഇമോഷണലി ഹർട്ടായ ഒരാളോട് അങ്ങനെ സംസാരിക്കാൻ കഴിയുമോ ചോദ്യമാണ്. പക്ഷേ അത് കോൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിലോ നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അതായത് അപ്പുറത്തുള്ള ഒരാൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു എന്ന് ഇപ്പുറത്ത് സംസാരിക്കുന്ന ഒരു KSRTC ഡ്രൈവർക്ക് ബോധ്യം ഉണ്ടാവും. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. റെജി ലൂക്കോസിനോട് ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ യദു കാണിച്ചു എന്ന് പറയുന്ന ലൈംഗികാധിക്ഷേപം തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ? നിങ്ങൾ സ്ത്രീത്വത്തിനെ കുറിച്ച് വലിയ വാദോരാതെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, അദ്ദേഹം കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട നിങ്ങളുടെ പാർട്ടി ഭാഷയിൽ തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ? തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കും എന്ന് സഹപ്രവർത്തകയോട് പറയുന്നത്, ഞാൻ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുന്നില്ല, ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല. പക്ഷെ ഞാൻ ചോദിക്കുന്നതാണ്, അങ്ങനെ പറയുന്നത് ലൈംഗികാധിക്ഷേപമായിട്ട് വരുമോ അതോ ലൈംഗികാധിക്ഷേപം അല്ലാതെ വരുമോ? അപ്പൊ നിങ്ങള് മറ്റുള്ളവരാളെ പൊട്ടനാക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല. ശ്രീ അനിൽകുമാർ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം, കാരണം അദ്ദേഹത്തിനെതിരെ പോലീസ് വകുപ്പ് ചുമത്തിയത്. ഏത് വകുപ്പ് പ്രകാരമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം? എനിക്കറിയണം. അതുകൊണ്ട് അറസ്റ്റ് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ രീതിയിലുള്ള അറസ്റ്റും ഇത്തരത്തിലുള്ള കൊണ്ടു നടക്കലും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാവുന്നതല്ലേ? ചേട്ടന് ഭയമുണ്ടോ? നാളെ എടുത്താൽ മതി എന്ന് വിചാരിച്ചതാ, പക്ഷെ കിടന്നോർക്കം അത് ഈ ചൂടിന്റെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഏതോ ഔദാര്യം കൊണ്ടാണ് കേരളത്തിൽ എന്തോ കുഴപ്പമില്ലാതെ നടക്കുന്നത്. അല്ലെ NIA അങ്ങ് വിഴിക്കണേ ഇന്നിപ്പൂടെ ചർച്ച പറയുന്നത് കേട്ടു. ശരീരത്തിനുള്ളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന ഒരുതരം വൈറസുകളാണ്
ഒരു ഔദാര്യം ആവശ്യമില്ല. അങ്ങനെ പറയരുത് പ്ലീസ്. നരേന്ദ്രമോദിക്ക് വല്ലാത്ത തിരക്കുണ്ട്. ബിൽക്കിസ് ആ കേസിലെ കുറ്റവാളികളെല്ലാം രക്ഷിക്കുക തുടങ്ങിയ ഭാരിച്ച പണികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? നിനക്ക് വേറെ പണിയില്ലേ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഔദാര്യത്തെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. പിന്നെ ഇർഫാൻ ഒക്കെ ഗുണ്ടയാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടെന്ന് കരഞ്ഞൂടാ കേട്ടോ. ഈ ഡിസംബർ മാസം 22 തീയതി പരമ ഗുണ്ടയാണ് ഇർഫാൻ ഹബീബ്, എന്താ സംശയം? നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയുമ്പം അദ്ദേഹം ആദരിക്കപ്പെടുകയാണ്. കാരണം നിങ്ങളെ പോലെ നീചമായ നാവ് കൊണ്ട് പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. അത് എന്താ ആദരിക്കപ്പെടുന്നു? പച്ചയ്ക്ക് കണ്ടതല്ലേ, പച്ചയ്ക്ക് കണ്ടതല്ലേ അങ്ങനെ ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത്? പോടോ മര്യാദക്ക് പോയില്ലടാ. ഞാൻ ഇങ്ങനെ രാജ്യത്തെ ഗവർണറുടെ പ്രസംഗം ഒറ്റുകൊടുത്തവരും നടത്തുന്ന വാഗ്വാദം പോലെയാണോ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയം രാജ്യത്തെ ഒറ്റുകൊടുത്തത് പെശകാണല്ലോ ശ്രീരേട്ടാ. അനാവശ്യമായിട്ട് നാട്ടില് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജയിക്കാന്നാണോ നിങ്ങളുടെ വിചാരം? അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഞാൻ പറയട്ടെ, അച്ചാരമ്പത്ത് പ്രതിഭനെ തുറന്നു വിട്ടത് ആരാ? എന്തെങ്കിലും ഒന്ന് പറയടേ. അവസാനം കൊട്ടയിലുള്ളതുമില്ല, ഒറ്റാലി കിടന്നും പോയി എന്ന് പറഞ്ഞോലാവും. KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്ന അച്ചാരമ്പത്ത് പ്രദീപിനെ വെറും 4 വർഷം കഴിഞ്ഞപ്പോ 10 വർഷമായി എന്ന് പറഞ്ഞ് തുറന്നു വിട്ടത് ആരാ? നിങ്ങളല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവര് കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയത് ഇതേ സുപ്രീം കോടതിയാണ്. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഈ വിഷയത്തിലേക്ക് വരാൻ കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. കണ്ട പറയാനില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കും. എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറ്റി. ഡിസംബർ മാസം 22 തീയതി തിരുവനന്തപുരം നഗരത്തിൽ എന്താ ചെയ്തത്? ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു. അവിടെ കുറെ ആളുകള് അക്രമത്തിന് ആയുധങ്ങളുമായിട്ട് ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. അവര് പോലീസിനെ അടിച്ച് താഴെ ഇരുന്ന് കണ്ടില്ലേ? ഏതെല്ലാം തരത്തിലാണ് കടന്നാക്രമണം നടത്തിയത്? പൊന്നോ ഒടുക്കത്താ. പിന്നെ അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ പോലീസ് വാഹനം നടത്തി DC നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. ഇതൊക്കെ നിയമവാഴ്ചയുള്ള രാജ്യത്ത് നടത്തേണ്ട കാര്യമാണെങ്കിൽ അത് അഭിമാനകരമായിട്ട് കാണാം. ഈ ഗുളിക പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവും. മരണമൊക്കെ അനുഭവിക്കല്ലേ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.